എൻ്റേത്, എൻ്റേത് മാത്രം. സ്വാർത്ഥതയുടെ ഈ ശബ്ദമാണ് മനുഷ്യനെ മൃഗതുല്യനാക്കുന്നത്. അപ്പോൾ പിന്നെ അത് ദൈവത്തിൻ്റെ പേരിലായാലോ? മൈ ഓൾമൈറ്റി. ഇയാൾ ഒരു പ്രതിനിധിയാണ്, ഇവിടെയുള്ള സർവ്വമതങ്ങളുടെയും പ്രതിനിധി. കണ്ണുണ്ടായിട്ടും കാണാനറിയാത്ത, കാതുണ്ടായിട്ടും കേൾക്കാനറിയാത്ത ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധി. മതങ്ങൾ പറയാത്ത, ദൈവങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അവയുടെ പേരിൽ കാണിച്ചു കൂട്ടുന്ന, അടിച്ചേൽപ്പിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധി. അല്ല മോനെ, എന്തായിരുന്നു പരിപാടി? കയ്യോ കാലോ വെട്ടലോ അതോ കൊല്ലലോ? ഇന്ന് ആരായിരുന്നു? നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് പറഞ്ഞോനോ, വായിക്കാൻ ഇഷ്ടമില്ലാത്തത് എഴുതിയോനോ, അതോ കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് കഴിച്ചോനോ? എന്നാ കുടി, ക്ഷീണം മാറട്ടെ. ആഷ്ട്രയിലെ ഇടാവൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ചാർജിലിട്. ഉളുപ്പില്ല നിനക്ക് മതത്തിന്റെ പേരിൽ തല്ലാനും കൊല്ലാനും നടക്കാൻ? ഇല്ല, കുറച്ച് കുറവാ. നിനക്ക് വേണ്ടേ? ഞാൻ കുടിച്ചതാ. നിനക്ക് നിന്റെ ദൈവത്തെ വിശ്വാസം ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ എന്നെ നിന്നെ ഉണ്ടാക്കിയതാ ദൈവമല്ലേ? ആണെങ്കിൽ അപ്പൊ പിന്നെ മറ്റു മതക്കാരുണ്ടാക്കിയതും ആ ദൈവമല്ലേ? ആണ്. അപ്പൊ പിന്നെ നിന്റെ ദൈവം തന്നെ ഉണ്ടാക്കിയ മറ്റു മതക്കാരെ തല്ലാനും കൊല്ലാനും നിനക്കെന്താ അവകാശം? ഇതൊരു മതേതര രാജ്യമല്ലേ. അവന്മാരുടെ തീവ്രവാദം ഫാസിസം സഹിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. മതേതരത്വം കൊള്ളാം. ആ ബോധം നിങ്ങൾക്കുണ്ടായിരുന്നേ എഴുതിയതിന് കൈയും കഴിച്ചതിന് കഴുത്തും ആർക്കും നഷ്ടപ്പെടില്ലായിരുന്നു. പട്ടിണി ചൂഷണം ചെയ്ത് ആരും ആരെയും മതം മാറ്റില്ലായിരുന്നു. പിന്നെ തീവ്രവാദവും ഫാസിസവും അത് അവർക്ക് ഭൂരിപക്ഷം ഉള്ളിടത്തിൽ അവർ കാണിക്കുന്നു, നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ളിടത്തിൽ നിങ്ങളും കാണിക്കുന്നു. അല്ല, ഇന്നെന്താ കറി? പിന്നെ എനിക്കതല്ലേ പണി, വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. അപ്പൊ കുക്കറിന്റെ വിസിൽ കേട്ടതോ? നിനക്ക് ഈ പരിപാടിയൊക്കെ നിർത്തി നന്നായിക്കൂടെ? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ ദൈവം അത് കഴിഞ്ഞേ എനിക്ക് മറ്റെന്തുള്ളൂ. നിന്റെ ദൈവം അല്ല, ദൈവത്തിനും മതമുണ്ട്. എനിക്ക് മതമുണ്ട്. വളരെ നല്ലത്. ഇപ്പോഴത്തെ രീതി ഒന്ന് മാറ്റി മറ്റു മതങ്ങളെ കൂടെ ബഹുമാനിക്കണമെന്നേ പറഞ്ഞോളൂ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാൻ വായിച്ചതും മനസ്സിലാക്കിയതൊക്കെ തെറ്റാണെന്നാണോ? എന്താ നീ മനസ്സിലാക്കിയത്? നിന്റെ മതത്തിൽ വിശ്വസിക്കാത്തവനെയും എതിർക്കുന്നവനെയും കൊല്ലാനോ? ഏത് ബുക്കിലാ നീ അത് വായിച്ചത്? അതുകൊണ്ട് നീ വായിച്ചു മനസ്സിലാക്കി എന്ന് പറയണ്ട, കേട്ടു മനസ്സിലാക്കി എന്ന് പറ. വായിച്ചു മനസ്സിലാക്കിയവന് ഇങ്ങനെ കോമാളിയാവാൻ പറ്റില്ല. മുണ്ടും മുറുക്കി എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേറെ പണിയില്ലാഞ്ഞിട്ടല്ല, നിന്റെ വർഗത്തെ മുഴുവൻ നന്നാക്കാന്നുള്ള ഒരു വ്യാമോഹവും ഇല്ല. പക്ഷെ വിവരമില്ലാന്ന് വെച്ച് നിന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എല്ലാവരും തമ്മിലൊരു സ്നേഹവും സഹകരണവും ഒന്നും ഇല്ലാതെ ഇവിടെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും? എനിക്ക് എൻ്റെ ആൾക്കാരുടെ സ്നേഹ സഹകരണം മാത്രം മതി. ഈ റോഡിന്റെ ആ തലയ്ക്കല് പണ്ട് നീ ബൈക്കിന്ന് വീണത് ഓർമ്മയുണ്ടോ? അന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തന്നെ മതക്കാരനായിരുന്നോ?
കയറ്റിയ ബ്ലഡ് നിന്റെ മതക്കാരൻ്റെ ആയിരുന്നോ? എന്തിന്? സർജറി ചെയ്ത ഡോക്ടർ നിന്റെ മതക്കാരനായിരുന്നു. അപ്പൊ എനിക്ക് ബോധമില്ലായിരുന്നല്ലോ. അതിപ്പോഴും ഇല്ല. പോട്ടെ, ബോധം വന്ന ശേഷം മുറി ഡ്രസ് ചെയ്യാൻ വന്ന നഴ്സുമാരെ ഏത് മതക്കാരാണെന്ന് നീ അന്വേഷിച്ചോ? ഇല്ല, അന്വേഷിക്കില്ല. അവനവന് ആവശ്യം വരുമ്പോ എല്ലാരും വേണം. തിന്നിട്ട് എല്ല് കുത്തുമ്പോ പ്രശ്നം. എന്തിന്? എന്നും വാരി വലിച്ചു കഴിക്കുന്ന ഭക്ഷണം ഏത് മതക്കാരൻ കൃഷി ചെയ്തതാ എന്ന് അന്വേഷിക്കാറുണ്ടോ? ഇതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ആ ബോധം വേണമെന്നാ പറഞ്ഞത്. എന്റെ മതം, എന്റെ ദൈവം. കഷ്ടം. പോയിക്കോ. പക്ഷെ ഒരു കാര്യം, വിശ്വാസിയായ തെമ്മാടിയേക്കാൾ ദൈവത്തിന് ഇഷ്ടം അവിശ്വാസിയായ ഒരു നല്ല മനുഷ്യനെയാണ്. അന്ധത പൂണ്ടൊരു കണ്ണുകൾ കണ്ടോ, അന്ധത പരത്തുന്ന നീചരെ കണ്ടോ, നീചർ ഭരിക്കും മതങ്ങളെ കണ്ടോ, മതങ്ങൾ വരിഞ്ഞൊരു ജനതയെ കണ്ടോ. മതങ്ങളെ സൃഷ്ടിച്ച പൂർവീകരെ നിങ്ങൾ കണ്ടോ, ഈ കോലങ്ങൾ കാണിക്കുമാഭാസം. മതങ്ങളെ സൃഷ്ടിച്ച പൂർവീകരെ നിങ്ങൾ കണ്ടോ, ഈ കോലങ്ങൾ കാണിക്കുമാഭാസം. മതങ്ങൾ തന്നുദ്ദേശ ശുദ്ധിയെക്കാളേറെ സാഹോദര്യത്തിനും സ്നേഹത്തിനും മീതെ വർഗീയം കത്തിക്കും പന്തങ്ങളല്ലോ. ചോരതൻ വർണ്ണങ്ങളാരിലും മാറാതെ കർമ്മബന്ധങ്ങൾക്കും ചിന്തകൾക്കും മീതെ ചായം പുരട്ടുന്ന പന്തങ്ങളല്ലോ. പന്തം ജ്വലിക്കുന്ന തീയാണ് മൗനം, മൗനം വെടിഞ്ഞേക്കു മുന്നിട്ടിറങ്ങൂ, മൗനം വെടിഞ്ഞേക്കു മുന്നിട്ടിറങ്ങൂ. ആ പന്തം കെടുത്തുന്ന ജലമായുണരൂ, ആ പന്തം കെടുത്തുന്ന ജലമായുണരൂ.